നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇൻകൺസിസ്റ്റൻസി അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി ക്രിസ്റ്റൽ പാലസിനോട് 2-1 ജയിച്ചു. അതിൻ്റെ മുമ്പത്തെ കളി എവേർട്ടനോട് പൊട്ടി. ടോട്ടൻഹാം ഹോട്ട്സ്പറിനോട് സമനിലയായിരുന്നു. നോട്ടിംഗ്ഹാമിനോട് സമനിലയായിരുന്നു. ബ്രൈറ്റണെ 4-2 തോൽപ്പിച്ചു. ലിവർപൂളിനെ 2-1 തോൽപ്പിച്ചു. ഇങ്ങനെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു ടീം. അതാണിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റി പറയാൻ കഴിയുക. ഇപ്പോൾ ഇന്നലത്തെ മത്സരം നോക്കുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5th പ്ലേസിലേക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല 4th പ്ലേസിലുള്ള ചെൽസിയോട് പോയിന്റിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആവാനും പറ്റും. ആ ഘട്ടത്തിലാണ് 83-ാമത്തെ മിനിറ്റിൽ അവർ ഈക്വലൈസർ കൺസീഡ് ചെയ്യുന്നത്. അങ്ങനെ വെസ്റ്റ് ഹാമിനോട് അവർ സമനിലയിൽ പിരിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. മത്സരം 1-1 സമനില. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കണ്ടെത്തിയത് ഡിയേഗോ ഡാലോട്ടായിരുന്നു. എന്നാൽ മഗാസ 83-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിന് വെസ്റ്റ് ഹാം യുണൈറ്റഡ് സമനില പിടിക്കുകയായിരുന്നു. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സിർക്സിയും എംബ്യൂമയും മാറ്റേസ് കുഞ്ഞയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് വിൽസനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വെസ്റ്റ് ഹാം അവരുടെ ആക്രമണങ്ങൾ മെനഞ്ഞത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 58-ാമത്തെ മിനിറ്റിലാണ് ഡിയേഗോ ഡാലോട്ടിൻ്റെ ഗോൾ വന്നത്. ആ ഗോളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ച് കയറുമെന്ന് കരുതിയതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ 83-ാമത്തെ മിനിറ്റിൽ മഗാസയുടെ ഗോൾ പിറന്നതോടെ കളി സമനിലയായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുന്നോട്ട് കയറാനുള്ള അവസരം നഷ്ടമായി. ഇപ്പോൾ 14 കളിയിൽ നിന്ന് 22 പോയിന്റോടെ യുണൈറ്റഡ് 8ാം സ്ഥാനത്താണ്. 14 കളിയിൽ നിന്ന് 12 പോയിന്റുള്ള വെസ്റ്റ് ഹാം യുണൈറ്റഡ് 18ാം സ്ഥാനത്തുമാണ്. നിലവിൽ 14 കളിയിൽ നിന്ന് 33 പോയിന്റുമായിട്ട് ആഴ്സണൽ 1ാം സ്ഥാനത്ത് കുതിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.